ഹലോ എവരിവൺ, ഐ എം സമീർ അജ്മൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈനർ ജാനസ് ടൈപ്സ് ഓഫ് ഫിലിംസ് ആണ്. അതിൽ പാർട്ട് 1 ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഇനി മറ്റ് ടൈപ്സ് ഓഫ് ഫിലിംസ് അതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണ്. അപ്പോൾ ആദ്യം എന്താണ് ത്രില്ലർ മൂവി എന്ന് പറയണം. ത്രില്ലർ മൂവീസിൽ പ്രധാനമായിട്ട് ഉണ്ടാകുന്ന എലമെൻറ്റ്സ് പറയുന്നത് സസ്പെൻസ്, ടെൻഷൻ, എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ മൂഡ്സിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി, അത് കൂടുതൽ എക്സൈറ്റഡ് ആക്കാൻ വേണ്ടി ദീർഘദൃഷ്ടിയോടുകൂടിയും അതുപോലെ തന്നെ ഒരു വ്യക്തതയില്ലാതെയായിരിക്കും അതിൻ്റെ പ്ലോട്ട് ഉണ്ടാവുക. ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ സർപ്രൈസ് ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, ടെറർ ഉണ്ടാവും. ഇതൊക്കെയാണ് ത്രില്ലർ മൂവീസിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ത്രില്ലർ സിനിമകളിൽ വില്ലനായിരിക്കും കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരിക്കുക. വില്ലന് കൂടുതൽ പ്രാധാന്യമുള്ള സിനിമകളായിരിക്കും. അതുപോലെ തന്നെ അത് വില്ലൻ ഉണ്ടാക്കുന്ന ഒരുപാട് നായകനെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കി ആ തടസ്സങ്ങൾ ഓവർകം ചെയ്യുന്ന നായകൻ, ആ രീതിയിലായിരിക്കും അതിൻ്റെ പ്ലോട്ട് ഉണ്ടായിരിക്കുക. ത്രില്ലർ സിനിമകളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഓഡിയൻസിനെ അലേർട്ടായി വളരെ ശ്രദ്ധയോടെ ഇരുത്തിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരം സിനിമകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോട്ടഗോണിസ്റ്റ്, മെയിൻ കഥാപാത്രത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ, അപകടങ്ങൾക്ക് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ഇത്തരം സിനിമകളുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. സിനിമയുടെ തുടക്കം മുതൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രശ്നം അത് ത്രൂ ഔട്ട് ആ സിനിമയിൽ ഉണ്ടായിരിക്കും. അത് ക്ലൈമാക്സ് എത്തുന്നവരെ ഓഡിയൻസിനെ സ്ട്രെസ്ഫുള്ളാക്കി നിർത്തുന്ന തരത്തിലായിരിക്കും അതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. കാഴ്ചക്കാരിൽ നിന്ന് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കവർ ചെയ്തുകൊണ്ടായിരിക്കും. നമുക്കറിയാം അതിൻ്റെ സസ്പെൻസ് എന്ന് പറയുന്ന അവസാന ക്ലൈമാക്സ് എത്തുമ്പോഴാണ് അതിൽ മനസ്സിലാവുക അതിൻ്റെ യഥാർത്ഥ കഥ എന്താ. അതുകൊണ്ട് തന്നെ ഫൈറ്റിംഗ് സീൻസും ചേസിങ് സീൻസും ഒക്കെ ഇത്തരം ത്രില്ലർ സിനിമയിലെ കോമൺ മെത്തേഡ്. ഇനി ടൈപ്സ് ഓഫ് ത്രില്ലർ മൂവീസ് നോക്കാം. സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് ഉണ്ട്, ക്രൈം ത്രില്ലേഴ്സ് ഉണ്ട്, മിസ്റ്ററി ത്രില്ലേഴ്സ്. ത്രില്ലർ മൂവീസിൽ അറിയപ്പെടുന്ന ഡയറക്ടർ എന്ന് പറയുന്ന ആൽഫ്രഡ് ഹിച്ച്കോക്ക് ആണ്. അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ സക്സസ്ഫുൾ ആണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളാണ് ദ മാൻ ഹു ന്യൂ ടു മച്ച്, ദ ലോഡ്ജ്, റെബേക്ക, സൈക്കോ. മറ്റൊരു ഫിലിം ഡയറക്ടറാണ് ജോർജ് കുക്കർ. അദ്ദേഹത്തിൻ്റെ പ്രധാന സിനിമകൾ ഗ്യാസ് ലൈറ്റ്, ലോറ, സോറി, റോങ് നമ്പർ. അടുത്തത് മിഷേൽ പവൽ ആണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ത്രില്ലർ മൂവിയാണ് പീപ്പിംഗ് ടോം. അടുത്തത് ഹാരോൾഡ് ബെക്കർ, അദ്ദേഹത്തിൻ്റെ സിനിമയാണ് മെലീസ് എന്നുള്ളത്. അടുത്ത ടൈപ്സ് എന്ന് പറയുന്നത് മെലോ ഡ്രാമ എന്നാണ്. ഇത്തരം സിനിമകളുടെ കഥയും കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്ന രീതിയിലായിരിക്കും. ഓഡിയൻസിന് ഇമോഷൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വില്ലന് വളരെയധികം പ്രധാനപ്പെട്ട റോളാണ്. അതുപോലെ തന്നെ ഇത്തരം സിനിമകളുടെ പ്രധാന തീം എന്ന് പറയുന്നത് ക്രൈം ആയിരിക്കും. മെലോ ഡ്രാമ സിനിമയ്ക്ക് എക്സാമ്പിളാണ് ടോം ടൈലറുടെ ദ ടിക്കറ്റ് ഓഫ് ലീവ് മാൻ എന്ന സിനിമ. അടുത്തത് ആഞ്ചലിക്ക ഹസ്റ്റന്റെ സിനിമയാണ് ആഗ്നസ് ബ്രൗൺ എന്ന് പറയുന്നത്. അടുത്ത ടൈപ്സ് ഓഫ് ഫിലിം എന്ന് പറയുന്നത് മ്യൂസിക്കൽ ഫിലിമാണ്. അടുത്തത് മ്യൂസിക്കൽ ഫിലിമാണ്. ഇത്തരം ഫിലിംസിൽ ക്യാരക്ടേഴ്സ് തന്നെ സോങ് പാടിക്കൊണ്ടായിരിക്കും അതിൻ്റെ നരേറ്റീവിൻ്റെ കൂടെ. അതുപോലെ തന്നെ ഡാൻസും അതിൻ്റെ കൂടെയും ഉണ്ടാകാറുണ്ട് ഇത്തരം സിനിമകളുടെ കൂടെ. 1930കളിലും 1960കളിലുമാണ് മ്യൂസിക്കൽ ഫിലിമിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ആദ്യത്തെ ശബ്ദ സിനിമയായിട്ടുള്ള ദ ജാസ് സിംഗർ അതിന് ഉദാഹരണമാണ്. അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വാർണർ ബ്രദേഴ്സ് ആണ്. മ്യൂസിക്കൽ ഫിലിംസിന് മറ്റ് ഉദാഹരണങ്ങളാണ് ഡേർട്ടി ഹാൻഡ്സ്, ഡേർട്ടി ഫേസ്, മൈ മാമി, സിംഗിങ് ഫൂൾ തുടങ്ങിയവ. അടുത്ത ടൈപ്സ് ഓഫ് ഫിലിംസ് ആണ് ഹൊറർ ഫിലിംസ്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത്തരം സിനിമകളുടെ സീൻസ് എന്ന് പറയുന്നത് കാഴ്ചക്കാരനെ ഭയപ്പെടുത്തുന്ന, ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. അമാനുഷികമായിട്ടുള്ള പവറുകളും സൂപ്പർ നാച്ചുറൽ പവേഴ്സൊക്കെ ആയിരിക്കും അതിൻ്റെ പ്രധാന തീമുകൾ എന്ന് പറയുന്നത് ഇത്തരം സിനിമയിൽ. ഇത്തരം സിനിമകൾ ഡീൽ ചെയ്യുന്നത് കാഴ്ചക്കാരൻ്റെ പേടി സ്വപ്നങ്ങളേക്കും ഹിഡൻ ഫിയേഴ്സും ടെററും ഭയാനകവും ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിലെ പ്രധാന എലമെൻറ്റുകൾ എന്ന് പറയുന്നത്. ഇത്തരം സിനിമകളിലെ മറ്റ് തീമുകൾ എന്ന് പറയുന്നത് ഗോസ്റ്റിനെ കുറിച്ചും വാമ്പയേഴ്സിനെ കുറിച്ചും പിന്നെ പാപങ്ങൾ, ശാപം ചെയ്യുന്നതും സാത്താനിസം, അതുപോലെ തന്നെ രാക്ഷസന്മാരെയും ഭീകര ജീവികളെയും ക്രൂരമായ മൃഗങ്ങളെ, സോംബീസ്, സീരിയൽ കില്ലേഴ്സ്, ഇതൊക്കെയായിരിക്കും ഇത്തരം സിനിമകളിലെ പ്രധാന തീമുകൾ എന്ന് പറയുന്നത്. ആദ്യത്തെ ഹൊറർ ഫിലിം അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ദ ഹോണ്ടഡ് കാസിൽ എന്നുള്ളതാണ്. ജോർജ് മില്ലിസ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്തത്. ആദ്യ കാലഘട്ടത്തിലെ ഹൊറർ ഫിലിംസിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് കൂടുതലും പുരുഷന്മാരായിരുന്നു. എന്നാൽ ഇന്ന് സ്ത്രീകൾ ഒരുപാട്, അവർ ഓഡിയൻസ് മാത്രമല്ല ഹൊറർ ഫിലിംസിൻ്റെ ഫാൻസും കൂടിയാണ് ഇപ്പം സ്ത്രീകൾ. അടുത്ത ഫിലിം ടൈപ്സ് ആണ് ഫാൻറ്റസി മൂവീസ് എന്ന് പറയുന്നത്. ഇത്തരം സിനിമകൾ കൂടുതലും ഫിക്ഷൻ ആയിരിക്കും. അതായത് എല്ലാം സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. മാജിക്, സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും ഇത്തരം സിനിമകളിൽ ഉണ്ടാകുക. ഇത്തരം സിനിമകൾ ടേക്ക് പ്ലേസ് ചെയ്യുന്ന ഇമാജിനറി വേൾഡിനാണ്. കാൽപ്പനികമായ ഭാവനാ ലോകത്തിൽ സൃഷ്ടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിലെ സിനിമയിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്.
ഇതിലെ നായക കഥാപാത്രങ്ങൾ എന്തെങ്കിലും നിഗൂഢമായിട്ടുള്ള എക്സ്പീരിയൻസ് അനുഭവങ്ങളിലൂടെ കടന്നുപോയും അതിൽ അവർക്ക് സഹായം ലഭിക്കുന്നത് എന്താ പറയുക മാനുഷികമായ ശക്തിയിൽ നിന്നൊക്കെ ഇതൊക്കെയായിരിക്കും കഥയിലെ തീം എന്ന്. ഫ്ലൈയിങ് കാർപ്പറ്റ്സ്, മാജിക് വാളുകളെ കുറിച്ച്, യാഗമന്ത്രങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ തീതുപ്പുന്ന സർപ്പങ്ങൾ, വ്യാളികൾ, അത് പുരാതന കാലത്തെ മതപരമായിട്ടുള്ള അവശിഷ്ടങ്ങൾ, ഇതിനെക്കുറിച്ചായിരിക്കും ഇത്തരം സിനിമകളുണ്ട്. രാജകുമാരനും കുമാരിമാരും ഒക്കെ ആയിരിക്കും ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം ഫാന്റസി മൂവീസിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് early 21st സെഞ്ചുറിയിലെ ഹാരി പോട്ടർ സീരീസ് എന്ന് പറയുന്നത്. JK റോളിന്റെ നോവലിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത ഈ സീരീസ് എന്ന് പറയുന്നത് ഇത്തരം സിനിമകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. അടുത്ത കാറ്റഗറിയാണ് ഫിലിം നോയർ എന്ന് പറയുന്നത്. സ്റ്റൈലിഷ് ഹോളിവുഡ് ക്രൈം ഡ്രാമാസിനെ വിവരിക്കാനാണ് ഈ ഒരു സിനിമാറ്റിക് ടേം ഉപയോഗിക്കുന്നത്. ഏർലി 1940s അതുപോലെ തന്നെ ലേറ്റ് 1950s കാലഘട്ടമാണ് ഹോളിവുഡ്സ് ക്ലാസിക് ഫിലിം നോയർ പീരീഡ് എന്നറിയപ്പെടുന്നത്. ഫിലിം നോയർ എന്നൊരു ഫ്രഞ്ച് ടേം ആണ്. അതിന്റെ അർത്ഥം ബ്ലാക്ക് ഫിലിം എന്നാണ്. ഇത് ആദ്യമായിട്ട് ഹോളിവുഡ് ഫിലിമിൽ അപ്ലൈ ചെയ്യുന്നത് നിനോ ഫ്രാങ്ക് ആണ്. അടുത്ത ഫിലിം ടൈപ്സ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഫിലിംസ് ആണ്. ഇത്തരം സിനിമകളുടെ കഥകൾ എന്ന് പറയുന്നത് ചരിത്രപരമായ സംഭവങ്ങളെ കുറിച്ച് ഫേമസ് പേഴ്സണെയൊക്കെ ബേസ്ഡ് ചെയ്തിട്ടായിരിക്കും അതിലെ കഥകൾ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ബ്രേവ് ഹാർട്ട് എന്ന സിനിമ. ഇതിന്റെ കഥ എന്ന് പറയുന്നത് 13ാം സെഞ്ചുറിയിലെ യോദ്ധാവായിട്ടുള്ള വില്യം വാലേസ് സ്കോട്ട്ലൻഡിനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു കഥയാണ് ബ്രേവ് ഹാർട്ട് എന്ന സിനിമ പറയുന്നത്. ഇത് ഹിസ്റ്റോറിക്കൽ സിനിമയ്ക്കൊരു ഉദാഹരണമാണ്. അടുത്ത ടൈപ്സ് ഓഫ് ഫിലിംസ് എന്ന് പറയുന്നത് മിത്തോളജിക്കൽ ഫിലിംസ് ആണ്. ഇത്തരം സിനിമകളുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ബേസ് ചെയ്തിരിക്കുന്ന ഐതിഹാസിക കഥകളെക്കുറിച്ചും രാമായണ മഹാഭാരതം പോലെയുള്ള ലിറ്റററി എപ്പിക്സ് ഇതിൻ്റെയൊക്കെ ബേസ്ഡ് ചെയ്തിട്ട് നിർമ്മിച്ചിട്ടുള്ള സിനിമകളായിരിക്കും മിത്തോളജിക്കൽ ഫിലിം. ഇത്തരം സിനിമകളുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിലൊരു നമുക്ക് അതിലെ കഥകൾ എന്ന് പറയുന്നത് പരിചിതമായിരിക്കും. എല്ലാവർക്കും ഇത്തരം മിത്തോളജി കഥകൾ മനസ്സിലാവുകയും അതുമായിട്ടൊരു കണക്ഷൻ ഉള്ളതായിട്ട് തോന്നുകയും ചെയ്യും. ഇത്തരം സിനിമകൾക്ക് ഉദാഹരണമാണ് ഹനുമാൻ, 2005 ഹനുമാൻ, ബാൽ ഗണേഷ്. അതുപോലെ തന്നെ ഗ്രീസ് റോമൻ മിത്തോളജിയിൽ അതിനെ ബേസ് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള സിനിമകളായിട്ടുള്ള ഹെലൻ ഓഫ് ട്രോയ്, ദ ഒഡീസി ആൻഡ് ഹെർക്യൂൾസ്. ഇതൊക്കെ മിത്തോളജിക്കൽ സിനിമകൾക്ക് ഫിലിംസിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് റോഡ് മൂവിയാണ്. എന്താണ് റോഡ് മൂവി എന്ന് പറഞ്ഞാൽ? ഇതൊരു ടൈപ്സ് ഓഫ് ഫിലിം. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ അവരുടെ വീട്, അതായത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വീട് ഉപേക്ഷിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന കഥാപാത്രം. അത്തരത്തിലുള്ള കഥകളായിരിക്കും ഇത്തരം സിനിമകളിൽ ഉണ്ടാകും. ഒഡീസി ആൻഡ് ഏനിയഡ് അതിന് ഉദാഹരണങ്ങളാണ്. ഇതിലെ മെയിൻ കഥാപാത്രം, അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ, വളർച്ച, ഇംപ്രൂവ്മെന്റ്, ഇതൊക്കെയായിരിക്കും കഥയിലുടനീളം ഉണ്ടാവുക. ഇന്ത്യൻ സിനിമയുടെ തുടക്ക കാലഘട്ടത്തിൽ ഇത്തരം റോഡ് മൂവീസ് ഉണ്ടായിരുന്നു. പിന്നീട് അത് വളർച്ച വ്യാപിക്കുന്നത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. ഇതിന് പ്രധാന കാരണം ഓട്ടോമൊബൈൽ പ്രൊഡക്ഷൻ രംഗത്തുണ്ടായ വളർച്ചയാണ്. അതുപോലെ തന്നെ റോഡ് മൂവീസ് എന്നൊരു ടേം അല്ലെങ്കിൽ ഒരു ടൈപ്സ് ഉണ്ടാകുന്നത് തന്നെ 1960കളിലാണ്. ഇനി ഇത്തരം സിനിമകൾക്ക് ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് ഈസി റൈഡർ, ബോണി ആൻഡ് ക്ലൈഡ്. അതുപോലെ തന്നെ മറ്റ് എക്സാമ്പിൾസ് ആണ് നിയർ ഡാർക്ക്, ദ വാനിഷിംഗ്, ദി വീക്ക് എൻഡ്. അപ്പോൾ ഇത്രയൊക്കെയാണ് റോഡ് മൂവീസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് ടൈപ്സ് ഓഫ് ഫിലിംസ് ആണ്. അതിലെ പാർട്ട് 1 മേജർ ടൈപ്സും രണ്ടാമത്തെ ഈ പാർട്ടിൽ മൈനർ ടൈപ്സ് ആയിട്ടുള്ള അതാണ്. ഇത് ഇൻഡിവിജ്വൽ ഓരോന്നായിട്ട് സെപ്പറേറ്റും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഐ എം സമീർ അജ്മൽ സൈനിങ് ഓഫ്.